ജനലിലിരുന്ന് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിക്കും. അതാ ഓക്കെ, ജനലിലവിടെ കൂടെ നോക്കും, ഒളിഞ്ഞു നോക്കും, കുളിസീൻ ഒളിഞ്ഞു നോക്കും. അതിൽ ആങ്കർ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതും ഒരു പെൺകുട്ടിയാണ്. പുല്ലുപോലെ കണ്ടുകൊണ്ടാണ് ഈ ഒരു സാധനം കണ്ട കണ്ട അവൻ്റെ ഒരു സംഭവം. ഇത് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇതിൽ തൊപ്പി എന്ന് പറയുന്ന MRC തൊപ്പി നല്ലൊരു സ്ട്രീമറാണ്. ഭയങ്കരമായിട്ട് ഫോളോവേഴ്സും ഫാൻസൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം കുറച്ച് നാളിന് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്ന കുറേയധികം കാര്യങ്ങൾക്ക് പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം തന്നെ അത് മാറ്റി അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ, ഇൻസിഡൻസ് ഒക്കെ വളരെയധികം സാഡായിട്ടുള്ളതും നല്ലതും മോശവും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തന്നെ കൂടെയുള്ളൊരു പയ്യൻ, ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോസിനെയോ അധികം ഫോളോ ചെയ്യാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അറിവില്ലായ്മയായിട്ട് കാണുക നിലയ്ക്ക് കണ്ടിട്ടുള്ള ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില റിയാക്ഷൻ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ആരുടെ തൊപ്പിയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പയ്യനെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ പഠിക്കാൻ വലിയ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതൊരു വീഡിയോ ഷോർട്സാണ്, ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നു കണ്ടത്. ആ കുട്ടിയെ കഴിഞ്ഞ ദിവസം നമ്മുടെ വെറൈറ്റി മീഡിയക്കകത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ പ്രസ്തുത പ്രധാന കോർ എലമെൻറ്റിലേക്ക് കടക്കുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ ഒരു സമൂഹത്തിന് അത്ര നല്ലതാണോ എന്നുള്ളൊരു കാര്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അതിന് തൊട്ട് മുമ്പ് നിങ്ങളെ ഞാൻ മറ്റൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ സൗമ്യ വധക്കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവിടെ നിന്നും ജയിൽ ചാടി അയാൾ മാധ്യമങ്ങളെയും സമൂഹത്തിനെയും കാണിച്ചൊരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ ഈ മറ്റ് ഇൻ്റർവ്യൂസ് കാണാൻ. ഞാൻ ഇതും അതുമായിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷേ എങ്കിലും ഒരു കാര്യമുണ്ട്, ഒരു കോണ്ടെക്സ്റ്റ്, ഒരു സംഭവമുണ്ട്, സിമിലാരിറ്റി. കാണുന്നുണ്ടോ? ഈ പുള്ളി നടുവിരലാണ് കാണിക്കുന്നത്. മൂക്കിൽ കൈയൊക്കെ ഇട്ടിട്ട് കാണിച്ചിട്ട് ഉണ്ടല്ലോ അല്ലേ. സമൂഹത്തിനെയും നിയമവ്യവസ്ഥിതിയെയും ഒക്കെ പുല്ലുപോലെ കണ്ടുകൊണ്ടാണ് ഈ ഒരു സാധനം കണ്ട അവൻ്റെ ഒരു സംഭവം. ഇത് സത്യം പറഞ്ഞാൽ യൂട്യൂബിൻ്റെ അകത്ത് നേരിട്ട് കാണാമെന്നില്ല. അവൻ്റെ ഇല്ലാത്ത കൈയെ വായുടെ ഉള്ളിലേക്കിട്ട് കാണിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് പ്രായപൂർത്തിയായ ആൾക്കാർക്ക് മനസ്സിലാവും. കുട്ടികളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതവൻ സമൂഹത്തോട് കാണിച്ചതാണ്. അവൻ നിന്ന ഏരിയ ഏതാ? അതായത് നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേദനാജനകമായി ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ അതിൽ നിന്നും തള്ളിയിട്ട് അതിൽ നിന്ന് തെറിപ്പിച്ച് തറയിൽ വീഴ്ത്തി വളരെ മൃതപ്രായമായി കിടക്കുന്ന, അവശയായി കിടന്ന, ചോരയിൽ വാർന്നൊലിച്ച് കിടന്ന ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നൊരുത്തൻ അവനാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂർ ജയിലിൽ നിന്നോ ചാടിപ്പോയി എന്നുള്ള കാര്യം നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചത്. നമ്പർ 1 കേരളത്തിൽ നിന്നാണ് സംഭവിച്ചത്. നമ്മുടെ ഈ നാട്ടിലെ റോഡിൽ മൊത്തം CCTV ഉണ്ട്. നമ്മുടെ അതിനൊന്നും പോരാഞ്ഞിട്ട് AI ക്യാമറകൾ വെച്ചിട്ട് ആൾക്കാരുടെ പൊതുനിരത്തിൽ പോകുന്ന ആൾക്കാർ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കുന്ന, മറ്റേ ഫൈൻ അടിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈവൻ നമ്മുടെ ചെറിയൊരു നിയമലംഘനം പോലും പിടിക്കപ്പെടുമ്പോൾ കൊടും കുറ്റവാളിയെ പിടിച്ച് അകത്തിട്ടിട്ട് അവൻ അവിടെ നിന്നും ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയോണ്ട് എന്തോ പുള്ളിക്കാരൻ തിരിച്ചു കിട്ടി. അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഇതിനകത്ത് എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്, എൻ്റെ പിന്നിലൊക്കെ വലിയ പണമുള്ള ഗ്യാങ്ങുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ പുറത്തുനിന്നാണ്. അപ്പോൾ നല്ല രസമുണ്ട്. നമ്പർ 1 ആണെന്ന് കൂടെ മനസ്സിലാക്കണം. ഓക്കെ, അടിപൊളിയാണ്. ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇത് ഞാൻ പറഞ്ഞത് ഇയാൾ ചെയ്ത ഒരു വലിയൊരു കൊടും പാതകത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇയാൾ ചെയ്ത പ്രവൃത്തി, അല്ലല്ലോ. അപ്പം എനിക്ക് ഈ കുട്ടിയുടെ, അഥവാ ഇപ്പം ഈ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ തൊപ്പിയുടെ കൂടെ സഞ്ചരിക്കുന്ന മമ്മു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റിയൽ നെയിം എനിക്കറിയത്തില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ആ കുട്ടി കൊച്ചുകുട്ടിയാണ്, വലിയ പ്രായമൊന്നുമില്ല അവന്. അപ്പം ആ കുട്ടി പറഞ്ഞൊരു കാര്യം, അതിനെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിനകത്തൊരു ഇൻഫ്ലുവൻസർ ഇത് ചെയ്യുന്നുണ്ട്. ഇതിന് കണക്ട് ചെയ്ത് കമൻറ്റ് ബോക്സിനകത്ത് ഈ ഗോവിന്ദചാമി വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ഇട്ടത്. അല്ലാതെ ആ കുട്ടിയും ഗോവിന്ദചാമിയും താരതമ്യം ചെയ്യാൻ ഞാൻ അത്രമാത്രം തലയ്ക്ക് വിവരമില്ലാത്ത ഒരാളല്ല. നമുക്ക് അവർ പറയുന്നത് കേൾക്കാം. വഫ ഹുസൈൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തൊരു ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. ജനലിലിരുന്ന് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിക്കും. അതാ കേട്ടോ അവൻ പറഞ്ഞത്. ജനലിൻ്റെ അവിടെ കൂടെ നോക്കും, അതുപോലെ തന്നെ കുളിസീൻ ഒളിഞ്ഞു നോക്കും. മനസ്സിലാകുന്നുണ്ട്. അതായത് വളരെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. മലയാളത്തിൽ അറിയപ്പെടുന്നൊരു ഓൺലൈൻ മാധ്യമമാണ്. അപ്പം ഒരു മീഡിയയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഫ്ലോറിനകത്ത് കൊണ്ടിരുത്തിയിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്കാണ്. ഒന്നുകൂടെ കേൾക്കാം. ജനലിലിരുന്ന് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിക്കും. അതാ
ഓക്കെ, ജനലിൻ്റെ അവിടെ കൂടെ നോക്കും, ഒളിഞ്ഞു നോക്കും, കുളിസീൻ ഒളിഞ്ഞു നോക്കും. അതിൽ ആങ്കർ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതും ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയും ചിലപ്പോൾ അവരുടെ ടോയ്ലറ്റിൽ നിന്ന് കുളിക്കും. അതേ സമയത്ത് പുറത്ത് നിന്നൊരാൾ ഇങ്ങനെ എത്തി നോക്കുന്നതും ഒളിഞ്ഞു നോക്കുന്നതും അത് ആ കുട്ടിയെ ബാധിക്കുമോ ഇല്ലയോ? ഒരു സോഷ്യൽ ട്രോമ. അതായത് ഈ ഒരു സാധനം കാണുന്ന ഒരു കൂട്ടം സ്ത്രീകൾക്കെങ്കിലും ഇതുപോലത്തെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾക്കെങ്കിലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും. ഈ ഒരു ചോദ്യത്തിന് ആ കുട്ടി കൊടുക്കുന്ന മറുപടി, അവൻ്റെ പ്രായവും കണക്കിലെടുക്കണം. ഇനി അവർ പറയുന്നത് കേൾക്കാം. അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ളത് തരാം. അതായത് കാണാനുള്ളൊരു ത്വര ഉള്ളത് കാരണം വിളിഞ്ഞു നോക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അതെ, അവിടെ അടുത്ത ആങ്കർ ചോദിക്കുന്ന അടുത്ത ചോദ്യം കേട്ടുക. അവതാരിക ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ഒളിഞ്ഞു നോക്കിയപ്പോൾ ആരെയും പിടിച്ചിട്ടൊക്കെ ഉണ്ടോ? വളരെ നോർമലായിട്ടാണ്, എന്തോ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യം, നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒരു വെറും ഒരു ചെറിയൊരു കാര്യമല്ലേ കുളിസീൻ കാണുക എന്ന്, കുളിസീൻ പിടിക്കുക എന്നുള്ള കാര്യം എന്നുള്ളത് വളരെ നോർമലൈസ്ഡ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് ഈ ഒരു സമൂഹത്തിൻ്റെ അകത്ത് വളരെ തെറ്റായിട്ടൊരു കാര്യമല്ല എന്ന് പറഞ്ഞു വെക്കും പോലെ. എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയുടെ ക്രൈം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്റർവ്യൂവർ അതിന് സ്പൈസ് ഒക്കെ ചെയ്തുകൊണ്ട് കൊടുക്കുക. ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര, കുറച്ചെങ്കിലും നമുക്ക് ബോധം വേണ്ടേ? നിങ്ങൾക്ക് ഒട്ടും സെൻസ് ഇല്ലേ? ഇങ്ങനെ ആണെങ്കിൽ അസോൾട്ട് മോളസ്റ്റേഷൻ ഒക്കെ ചെയ്ത ആൾക്കാരുടെ നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യല്ലോ. നമ്മളൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നാണ് നോക്കാറ്. ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിയും ബോധമില്ലേ? ഓക്കെ, അതൊക്കെ പോയി പറഞ്ഞു പോയി, അത് കട്ട് ചെയ്ത് ഒഴിവാക്കാതല്ലാതെ സ്നിപ്പറ്റ് ആയിട്ട് ഇറക്കിയിട്ട് എന്റർടൈൻമെന്റ് കൊടുക്കുകയാണോ നിങ്ങള്? എന്താ നിങ്ങൾ ചെയ്തു? കാണാനും ഒരു ത്വര പോലും. അവർ പറഞ്ഞതിനോട് നിങ്ങൾ വിയോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? യോജിക്കുന്നെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മറുപടി പറയുക. ഞാനൊരു ഉറപ്പായിട്ടും അവർ പറയുന്നതിനോട് 100% യോജിക്കും. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫുണ്ട്, അമ്മയുണ്ട്, സമൂഹത്തിലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുളിസീൻ എന്നുള്ള ഈ ഒരു പ്രയോഗത്തിലൂടെ അതിനെ വളരെ ഒരു ചെറിയൊരു കാര്യമാണ്, ക്യൂരിയോസിറ്റി കൊണ്ട് അടുത്തവൻ്റെ വീട്ടിൻ്റെ അകത്ത് ഇപ്പം കുളിസീൻ കാണുന്ന താല്പര്യമുള്ളവർ സ്വന്തം വീട്ടിലും കാണും, ചിലപ്പോൾ ചുറ്റുപാടുള്ളതും കാണും അല്ലേ? അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അത്ര കണ്ടവൻ്റെ വീട്ടിനകത്തുള്ള ആൾക്കാരുടെ പല കാര്യങ്ങളും ഇപ്പം കുളിസീൻ മാത്രമായിരിക്കത്തില്ലല്ലോ, പിന്നീട് പല പരിപാടികളും ഉണ്ടാവുമല്ലോ. പല വീടുകളിലും പലതരത്തിലുള്ള അവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന വളരെ പ്രൈവസിയുള്ള പല പേഴ്സണൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതും നമുക്ക് എത്തി നോക്കാനുള്ള താല്പര്യം ഉണ്ടാകും. ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള പല സൈറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കുട്ടിയുടെ പ്രായം എനിക്കിപ്പോഴും അത്ഭുതമാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, 18 വയസ്സ് ഉണ്ടാവും തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ പറയുക കേട്ടോ, എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു കുട്ടി പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒന്നിരുന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈമിനെ അതിനെ കൂടുതൽ ആളിക്കത്തിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിനും ചിലപ്പോൾ ഫോളോവേഴ്സ് ഉണ്ടാവും. കാരണം തൊപ്പിക്ക് വമ്പൻ ഫോളോവേഴ്സാണ്. അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും സ്വാഭാവികമായിട്ടും ഫോളോവേഴ്സ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴേക്കും ആ കുട്ടിയെ ഇത് കണ്ടോ, ആ മമ്മു നിൽക്കുന്നുണ്ടോ കണ്ടോ, അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഇൻസ്പയർഡ് ആവാൻ ശ്രമിക്കുന്ന യുവതലമുറ, ജെൻസി, അല്ലെങ്കിൽ ഇപ്പം ഇവരെ 2K കിഡ്സ് എന്ന കളിയാക്കാനല്ല ഞാൻ പറയുന്നത്, എന്നാലും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇതൊരു വലിയ സംഭവമായിട്ട് കാണുകയും ഇവരങ്ങോട്ട് ഫോളോ ചെയ്യും, പിന്തുടർന്ന് ഇതുപോലെയൊക്കെ ആവാറ് ശ്രമം നടത്തി കഴിഞ്ഞ് കണ്ട വീടുകളിൽ പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കും. സാമൂഹിക അരക്ഷിതാവസ്ഥ, സാമൂഹിക ദ്രോഹികൾ അവിടെ ഉണ്ടാവും. ആ തരം സാമൂഹിക ദ്രോഹികളിൽ പെട്ട ഒരുത്തനെയാണ് തുടക്കത്തിൽ ഞാൻ കാണിച്ചത്. അവൻ്റെ പേരാണ് ഗോവിന്ദചാമി. മനസ്സിലാവുന്നുണ്ടോ? അവൻ ചെയ്തേക്കുന്ന പാതകം എത്രമാത്രം വലുതാണ്. ഇനി അവൻ്റെ പേരിലേക്ക് ഞാൻ ആദ്യം ആ വീഡിയോ കാണിക്കാനുള്ള കാരണം, ഈ ലോകം എങ്ങനെയാണ് ഇതൊക്കെ ആരാ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നോക്കുക. ഇതാ ഗോവിന്ദചാമിയെ ജയിൽ ചായിട്ട് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അയാളെയും ഇൻ്റർവ്യൂവിൽ കൊണ്ടുവന്നിരുത്തി ചോദിച്ചതിനെ കള്ളബടുവുകൾ. ഓക്കെ, ഗോവിന്ദചാമി എന്ന പരാമർശം ഇവിടെ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതായത് ഈ നമ്മുടെ ഉള്ളവരും പറയല്ലോ, എന്നെ വരെ ഇൻ്റർവ്യൂസിന് ചില ചാനലുകൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്താണ് എൻ്റെ കോൺട്രിബ്യൂഷൻ സമൂഹത്തിൽ? ഞാൻ ഇൻ്റർവ്യൂ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും തരത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു ഉപകാരം സമൂഹത്തിന് ചെയ്ത ഒരാളാണോ? എന്നിൽ നിന്നും എന്തെങ്കിലും നന്മ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഞാൻ സംസാരിക്കുക? കുറേ അധികം അവർ ചോദിക്കുന്ന കുറേ അധികം ചോദ്യങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും മറുപടി കൊടുക്കണം. അവിടെയും എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനിത് കാണുന്ന കുറേ അധികം പ്രേക്ഷകരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വിദ്യാഭ്യാസത്തിൽ, പഠനത്തിൽ എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടോ? പരാജയപ്പെട്ടിട്ടുണ്ടോ? പഠിത്തം ഉപേക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? പഠിത്തം ഉപേക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ കൊണ്ട് പഠനം ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് കരുത്തോടുകൂടി സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് നിങ്ങൾ വളർന്ന് പഠിച്ച് പിന്നീട് മുന്നേറിയിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ എൻ്റെ കാര്യം കേട്ടോ, അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത്.
ഞാൻ എൻ്റെ 10ാം ക്ലാസ് ഫസ്റ്റ് വർഷം തോറ്റ ഒരാളാണ്. ഇത് പറയുന്നൊരു കാര്യം, ആ കുട്ടിക്ക് ഇന്ന് പഠനത്തോടുള്ള താല്പര്യക്കുറവ്, അല്ലെങ്കിൽ അവൻ പഠിക്കുന്നുണ്ടോ ഇപ്പോൾ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കല്ല, എന്തോ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പഠിക്കാൻ താല്പര്യക്കുറവൊക്കെ പറഞ്ഞിരുന്നു. ഇനി പഠനത്തിലേക്കുള്ള താല്പര്യക്കുറവ്, വിദ്യാഭ്യാസത്തിനുള്ള ഒരു പിന്നോക്കം പോക്കും, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടികളിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്ന ഗെയിമിംഗ് മേഖലയിലേക്ക് അദ്ദേഹം താല്പര്യത്തോട് നിൽക്കുന്നു. പോട്ടെ, അദ്ദേഹത്തിന് സ്ട്രീമിങ്ങും മറ്റുള്ള കാര്യങ്ങളുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, വലിയ കാര്യം. ഇനി ഫ്യൂച്ചറും അങ്ങനെ കിട്ടുമെങ്കിൽ വലിയ കാര്യം. പക്ഷേ എല്ലാവർക്കും നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫ് വെച്ച് പറയുന്നു, അന്ന് ആ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലെ, എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്കൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിന് വർക്ക്ഷോപ്പിൽ പൊക്കോ എന്ന് തുടക്കത്തിലേ പറഞ്ഞ് പഠിപ്പിക്കുന്നവരായിരുന്നു. പിന്നെ 10ാം ക്ലാസ് അതിന് മുമ്പുള്ള സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് മത്സരങ്ങളിൽ, ഒരുപാട് സംഗീത മത്സരങ്ങളിൽ, മറ്റു മത്സരങ്ങളിലൊക്കെ ഒരുപാട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് സമ്മാനങ്ങൾ അന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പഠിത്തത്തിൽ നിലവാരമില്ലാത്തൊരു കുട്ടിയായിരുന്നു. മാത്സിൽ പ്രത്യേകിച്ചും പുറകിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് തോൽക്കുകയും പിന്നീട് ഞാനൊരു പലചരക്ക് കടയിൽ ജോലിക്ക് പോവുകയും ചെയ്തു. പലചരക്ക് കടയിൽ ജോലിക്ക് പോവുകയും അതിന് തൊട്ട് 10ാം ക്ലാസ് തോറ്റിന് ആദ്യം ഞാൻ പോകുന്നത് തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്ത് എന്ന് പറയുന്നത്, ഇന്നും അറിയുന്ന പ്രാവച്ചമ്പലം സ്വദേശികളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ NV റൈസ് ഫ്ലവർ ഓയിൽ മിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ, അവിടുത്തെ മില്ലിൽ ഞാൻ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്ത ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നു. അവിടെ 4 മണി, വെളുപ്പാങ്കാലം 4 മണിക്ക് ഞാൻ ട്യൂഷന് പോകുമായിരുന്നു. ആ ട്യൂഷനിൽ അവിടുത്തെ സാർ എന്നെ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ സബ്ജക്റ്റ് ഞാൻ പരീക്ഷ എഴുതി. അതിന് വളരെ വലിയൊരു മാർക്ക് ഞാൻ വാങ്ങി. ഞാൻ ആ 10ാം ക്ലാസ് എഴുതിയെടുക്കുന്നു. പിന്നീട് എനിക്ക് പഠിക്കണം സ്വയമം തോന്നുകയും വെള്ളറയിലേക്ക് തിരിച്ചു വരികയും വെള്ളറ ജംഗ്ഷനിലുള്ള സിറാജ് ആക്കര കടയിലൊന്ന് പലചരക്ക് കടയിൽ ജോലി ചെയ്യുകയും ഏതാണ്ട് ഡിഗ്രി കാലയളവ് വരെ ആ കടയിൽ ജോലി ചെയ്തുകൊണ്ട് ചുമടെടുത്തുകൊണ്ടും അവിടുത്തെ തൊഴിലെടുത്തുകൊണ്ടും ഞാൻ പഠിക്കുകയും ചെയ്തു. അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് എൻ്റെ വീട്ടുകാർക്ക് സാഹചര്യമില്ലാത്തതുകൊണ്ട് പഠിപ്പിച്ചില്ല എന്ന് കരുതി ഞാൻ എൻ്റെ കഴിവിനെ കുറച്ച് കണ്ടിട്ടില്ല. എനിക്ക് പഠിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിനിടയ്ക്ക് 2 വർഷം നഷ്ടപ്പെട്ടു. കാരണം വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ. ഇത് പറയാൻ കാര്യം, ഈ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടിയെ ഏറ്റെടുക്കുന്ന കുറേയധികം കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വിദ്യാഭ്യാസത്തിന് ചിലപ്പോൾ നിങ്ങൾ വീട്ടുകാർ പറയും നിങ്ങൾ പഠിക്കൂ, അപ്പോഴും നിങ്ങൾ ഗെയിമിങ്ങിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന സംഭവത്തിൻ്റെ ഒരു ഭാവനാ സൃഷ്ടിയുടെ പുറകെ നിങ്ങൾ പോകും. അതിനകത്ത് ഒരുപാട് രക്ഷപ്പെട്ടില്ലേ, അതിൽ കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ രക്ഷപ്പെട്ടത് അതിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരാളെന്ന് മാത്രം ചിന്തിക്കണം. എന്നാൽ ഇന്ന് ലോകത്ത് രക്ഷപ്പെട്ടിട്ടുള്ളത് ബഹുഭൂരിപക്ഷം ആൾക്കാരും വിദ്യാഭ്യാസം കൊണ്ടാണ്. വിദ്യാഭ്യാസം അൾട്ടിമേറ്റ്ലി പ്രൈമറി നമുക്ക് വിദ്യാഭ്യാസം നേടിയിരിക്കണം. അത് എന്ത് സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമായാലും വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇന്നല്ല നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്, പിന്നീടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം മക്കളോട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ വളരെ കുഞ്ഞു കുട്ടികളോടാണ് ഞാനിത് പറഞ്ഞത്, അല്ലാതെ പ്രായമുള്ള ആൾക്കാരോടൊന്നും ഞാൻ ഉപദേശിക്കാൻ ഞാൻ ഒരാളുമല്ല, പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആരാ, ഇവരെ ഇൻ്റർവ്യൂ ആണോ, ഇവനെ ആരാ ഇൻ്റർവ്യൂക്ക് വിളിച്ച്, തീരെ നിലവാരമില്ല ഇപ്പോഴത്തെ മീഡിയാസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. അവളുടെ അമ്മയുടെ കുളിസി നോക്കിയാലും അവളിങ്ങനെ വന്നിരുന്ന് ചിരിക്കും എന്നൊക്കെ പറയുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. പൊറോട്ടയോട് യോജിക്കില്ല, ഇതിനോട് യോജിക്കുന്നു. പറയാൻ തോന്നിയ കാര്യം ഒളിഞ്ഞു നോട്ടമൊക്കെ നല്ല കാര്യം എന്ന നിലയിലാണ് അവൻ പറയുന്നത്. ഇത് കണ്ട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ആയി ഈ തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആര് മറുപടി പറയും? വളരെ കറക്റ്റായിട്ടുള്ള കാര്യം. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരോട് എന്ത് പറയണമെന്ന് എനിക്കും അറിയത്തില്ല. ഈ ഇൻ്റർവ്യൂ എന്ന പേരിൽ ഇതെല്ലാം വാണങ്ങളുടെ പേരിൽ അപരാധങ്ങൾ സഹിക്കുന്നു. 5 പൈസയുടെ വിവരമില്ലാത്ത 2 എണ്ണങ്ങൾ, ഉളത്തരങ്ങൾ എന്നൊക്കെ പറയുന്നു. ദിവസവും നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ ഇൻഫ്ലുവൻസറിൻ്റെ പേര് വഫ ഹുസൈൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസറാണ്. അവരാണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ടുള്ളത് വെറൈറ്റി മീഡിയക്കകത്താണ് ഈ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. ആ ഇൻ്റർവ്യൂവിൻ്റെ സംഭവം അങ്ങോട്ട് നോക്കൂ. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഞാൻ ബാത്റൂമിൽ പോയാൽ വെള്ളം ഒഴിക്കില്ല, തൊപ്പിക്ക് ഇഷ്ടമല്ല അത്. എന്താണത്? ഓക്കെ, ഇനി അത് ക്ലിക്ക് ബൈറ്റ് ആയിരിക്കും, അതിനൊന്നും ഞാൻ കുറ്റം പറയത്തില്ല. കാരണം അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അവരായി ഇൻ്റർവ്യൂ എടുത്തതിനകത്ത് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് നോക്കിയാലും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന മമ്മു, തൊപ്പി ഈസ് ജം, ഓക്കെ, MRC തൊപ്പി ഒന്നിച്ച് ഒരു ഇൻ്റർവ്യൂ വേണം, ഈ സ്ത്രീയുടെ നിലവാരം മനസ്സിലാക്കാൻ ഈ വീഡിയോ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആങ്കറിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റ്സ്. ഓക്കെ, ചെക്കന് പ്രായത്തിൻ്റെ കുറുമ്പുകൾ ഉണ്ടെന്നേ ഉള്ളൂ, അവൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്, ഓൻ്റെ ഉമ്മയും അനിയനും വേണ്ടി അല്ലേന്നോ? 18 വയസ്സായല്ലോ, ഈ കുറുമ്പൊക്കെ നാട്ടുകാർ കൈവച്ച്. ഓക്കെ, 18 വയസ്സായെന്ന് പറയുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ കൊച്ചുകുട്ടി നിന്ന് വളർന്നു, തൊപ്പി ഒരു നല്ല മനുഷ്യനാണെന്നൊക്കെ പറയുന്നു. എനിവേ, തൊപ്പി നല്ല മനുഷ്യനായിരിക്കാം. ലോകത്തുള്ള ഒരു മനുഷ്യന്മാരും നല്ലവരായിട്ട് പൂർണ്ണമായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ നല്ലതല്ലെന്ന് പറയാനോ സ്വയം നമ്മൾ വളരെ നല്ലതാണെന്ന് പറയാനോ ഉള്ളൊരു ഇത് നമുക്ക് വ്യക്തിപരമായിട്ട് ചിന്തിച്ചാൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിന് മാത്രമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ ഇത് പറഞ്ഞു വെച്ചെന്ന് വെച്ചാൽ, ആ ഒരു ചോദ്യം ആ പുള്ളിക്കാരൻ്റെ ആ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ ആൻസർ
കുളിസീനൊക്കെ കാണും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇത് നോക്കാൻ ക്യൂരിയോസിറ്റി കൊണ്ടാണെന്നൊക്കെ പറയുന്നതിന് എൻകറേജ് ചെയ്യുന്നത് പോലത്തെ ഒരു കാര്യം ചോദിക്കുകയും അപ്പോൾ അതിനകത്തൊരു എന്താ പറയുക ഒരു മസാല പോലത്തെ ഒരു സംഭവം ഉള്ളതുപോലത്തെ രീതിയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ എങ്കിലും അതിൻ്റെ ദുരന്തം ഇതൊക്കെയാണ് സമൂഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചാലാണ് മാസ്സാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചാലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവാൻ കഴിയുക. റീച്ച് എന്നുള്ളൊരു കാര്യം സോഷ്യൽ മീഡിയക്കകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. റീച്ച് എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള സാധനമൊന്നും ഇല്ല. എങ്ങനെയെങ്കിലും റീച്ച് ആവുക, എവിടെ കൂടെ എനിക്ക് ചില ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിനകത്ത് മുമ്പ് അവിടെ ചില വീഡിയോസിൻ്റെ ഒക്കെ സൈഡിൽ കയറി ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാനിപ്പോൾ പരിപാടി കുറേ കാലം കൊണ്ടില്ല, ഇടയ്ക്കൊക്കെ വളരെ നല്ല സമൂഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എനിക്ക് അയച്ചു ഇതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യും. ഞാൻ പറയും ഇതെങ്ങനെ റിയാക്ട് ചെയ്യും, ഇതിനകത്ത് പറഞ്ഞ ആൾക്കാർ നിങ്ങളെ തെറി വിളിക്കില്ലേ, തെറി വിളിച്ചാലും കുഴപ്പമില്ല കുറച്ച് ആൾക്കാർ കണ്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്താലും റീച്ച് വേണമെന്നൊരു ചിന്തിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിൽ ഉടലെടുക്കുന്നുണ്ട്. അവർക്കിടയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഒന്ന് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആൾക്കാർ നാളെ മുതൽ പല ആൾക്കാരുടെയും ടോയ്ലറ്റുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ ജനാലകൾ വഴിയോ അല്ലെങ്കിൽ മറ്റേ ഒളിക്യാമറകൾ വെച്ചുകൊണ്ടോ ഇതുപോലുള്ള ഒളിഞ്ഞു നോട്ടത്തിന് താല്പര്യപ്പെടും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിഗ് ബോസ് പോലത്തെ ഷോ ഏറ്റവും കൂടുതൽ കാണുന്നൊരു പ്രേക്ഷകരുള്ള ഒരു സമൂഹം നമുക്കിടയിലാണ്, അതായത് ഒളിഞ്ഞോട്ടം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.